നമ്മളിന്ന് വന്നിരിക്കുന്നത് ബേസിലോട്ട് ഇന്തോനേഷ്യ ആയിട്ടാണ്. നമ്മുടെ KSRTC മോഡിഫിക്കേഷൻ കൊള്ളാം, സൂപ്പർ ഫാസ്റ്റ്. അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടൂറിന് വന്ന ആൾക്കാരുണ്ട്. നമുക്ക് നെക്സ്റ്റ് കയറ്റാൻ ഓക്കെ കയറ്റിയിട്ടുണ്ട്. ആൾക്കാർ പതുക്കെ കയറട്ടെ. ഞാൻ സ്കിപ്പ് അടിച്ച് ഒഴിവാക്കി. അപ്പം നമുക്ക് പോവാം. വണ്ടി നമുക്ക് ഇറക്കാം. ഓക്കെ, നമുക്ക് പതുക്കെ ഇറക്കാം. ഓക്കെ ഓക്കെ, പതുക്കെ അങ്ങോട്ട് ഇറക്കാം. നമുക്കിങ്ങനെ പതുക്കെ ഇറക്കിയാൽ മതി, ഒന്നുമില്ല. വണ്ടിയുടെ പെട്രോൾ അടിക്കണം. ഇതിൽ നമുക്ക് നേരെ പോവാം. എന്തൊരു രമണീയത നേടിയ സ്ഥലം. എന്തൊരു പ്രകൃതി രമണി, പ്രകൃതി രമണിച്ചേച്ചി എന്ന സ്ഥലമായതുകൊണ്ട് എന്താ രമണീയം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി 100 ഇപ്പം തന്നെ എത്തിയ അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട്. കണ്ടോ, കിടന്ന് തുള്ളു ഇത്. ഇപ്പം നേരെ ലെഫ്റ്റാണ്. ഇടിച്ച് സ്ക്രാച്ച് വീണ്. എന്നാലും നമ്മുടെ 100 92 ഇത്ര ഒരു ഇടിക്ക് ഇത്രയും പവർ. ഒരു ആന എവിടെയെങ്കിലും കൊണ്ടൊന്ന് വീക്കിയെങ്കിലും ഇരിക്കും ഗൈസ്, പറയാൻ പറ്റും. നമുക്കെന്തായാലും ഇത് പെട്ടെന്ന് 100-110 ഒക്കെ കയറും. അപ്പം ഇതിൻ്റെ മാക്സിമം സ്പീഡ് നല്ല സ്പീഡായിരിക്കും. അപ്പം മോഡിഫിക്കേഷൻ ചെയ്തല്ലോ, ഉറപ്പായിട്ടും കാണും. അപ്പം നമുക്ക് പതുക്കെ വണ്ടി അങ്ങോട്ട് എടുക്കാം. ഇതാണ്ട് ഇപ്പം 123.5 പതുക്കെ കയറുന്നുണ്ട്. പതുക്കെ കയറിയാൽ നമുക്ക് ഒരു നിർബന്ധവുമില്ല. എന്തായാലും സ്പീഡ് പറഞ്ഞല്ലോ കൊല്ലിഞ്ഞ്. വണ്ടി ഇടിക്കുക ശേഷം അവരൊക്കെ ചെന്ന്. ഞാൻ ഇതാണ്ട് ഇപ്പോൾ 90 ഹെൽത്ത്. നമുക്ക് വണ്ടി ഷോറൂമിൽ കയറ്റണം. ഒരു മിനിറ്റ്, നമുക്ക് അങ്ങോട്ട് ഒതുക്കി നിർത്താം. എന്നിട്ട് നമുക്ക് എവിടാണ് ഇതിനകത്ത് മെക്കാനിസം വരുന്നുണ്ട് നമുക്ക് കയറിപ്പോയി മാപ്പ് അവസാനിക്കുക. ഇതൊക്കെ ഒന്നും നമുക്ക് പെട്ടെന്നുള്ള നിർത്തണം, അല്ലേ പറ്റത്തില്ല. ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മഴയും തുടങ്ങി. എന്താണ് ഇതൊരു സ്പീഡിൽ പോകും ഗൈസ്. നമുക്ക് സ്പീഡിൽ ചെന്ന് പതുക്കെ ഓരോ മുട്ടായി. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിപ്പം വീണ്ടും ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് നല്ല ഓഫ് റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ പോക്ക് വയ്ക്കന്നെ നല്ല കയറ്റവും ഇറക്കമൊക്കെ വരുന്നുണ്ട്. ഇറക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പറ. ഓക്കെ, നമുക്ക് പതുക്കെ പോവാം. അയ്യോ, എന്താ സ്പീഡിലാണോ പോകുന്നത്? ആണല്ലോ. നമ്മൾ പുതിയൊരു ബസ്സും കൂടെ ഇറക്കുന്നതാണ്. താമസിക്കാതെ കൊണ്ടുവരിക, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ആവും. ഓക്കെ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓണിട്ടല്ലേ കൊള്ളാം. വണ്ടി എടുക്കാൻ ഞാനാ വണ്ടി ഇട്. പക്ഷേ ഈ നീലവണ്ടിക്കാരൻ എന്തിക്കോ എംപിടി. വണ്ടി ഇടിച്ച മോനെ 2 ചത്ത്. ഞാൻ അവിടെ ഇറങ്ങി വരും. ഇവിടെ പപ്പുവാ പറയുന്നത്. പപ്പു അല്ല, എൻ്റെ ഈ ഗെയിമിലെ കഥാപാത്രത്തിൻ്റെ പേര് പപ്പു. ഇടിച്ചായിരുന്നില്ല കൊന്നേനെ. നേരെ ഇവിടുന്ന് ലെഫ്റ്റാണ്. ഓക്കെ, അമ്മക്ക് എന്ത് കണ്ടോ, ഈ നല്ല ഭംഗിയാണ്. അല്ലെങ്കിലും നമ്മുടെ സ്ഥലമല്ലേ, ഭംഗിയാണ്. നമുക്കൊരു നാളെയല്ല, ഒരു കാറ് തന്നെ നമുക്ക് എടുക്കാം. നല്ല കാറാവും, മൈലേജുള്ള സൂപ്പർ കാറൊന്നും വേണ്ട. ഇപ്പോൾ ഒടുക്കത്തെ സ്പീഡിലായിരിക്കും. നമുക്കൊരു ആവറേജ് കാറ് വേണം. അതിന് ഒടുക്കത്തെ മൈലേജും വേണം. അങ്ങനത്തെ ഒരു നല്ല കാറുണ്ട്.
ഓക്കെ. നല്ലോണം വണ്ടി ഓടിക്കും. എന്നാൽ ഞാനൊരു ഡയലോഗ് പറയാം. ഓൾ ഡീഫ് മോഡിഫിക്കേഷൻ. നമ്മൾ കണ്ടകാലം മോഡിഫിക്കേഷൻ ചെയ്യും. ഏത് വണ്ടിയായാലും റിയൽ ലൈഫ് ഒഴിച്ച്. റിയൽ ലൈഫാണെങ്കിൽ പണി കിട്ടും. ഈ വണ്ടിക്കാർക്ക് എന്തുവായി കാണിക്കുന്നതെന്ന്. നമുക്ക് നമ്മുടെ പാതയിൽ നമുക്ക് വന്ന് ഓവർടേക്ക് ചെയ്യാം ഗൈസ്. വരുന്ന വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ആ നീല വണ്ടിക്കാരൻ വന്നിട്ടാണ്. നല്ല സ്പീഡിൽ പോകണം. ഓവർടേക്ക് ചെയ്യും. വണ്ടി വരുന്നു. ഓ പ്രൊഫഷണൽ. പണ്ടേ ഞാൻ എൻ്റെ പ്രൊഫഷണലായതുകൊണ്ട് എന്താ പറയാനാ. അയ്യോ വേണ്ടായിരുന്നു. നമുക്കെന്തായാലും പോവാം. വണ്ടി വരുന്നുണ്ടോ? ഇല്ല. ഇവനെ ഒന്ന് ഓവർടേക്ക് ചെയ്തേക്കാം. വണ്ടി വരുന്നുണ്ട്. ഓക്കെ. നല്ല ഓഫ് റോഡ് ആയിരുന്നു ഈ വണ്ടി. നമ്മൾ പണ്ട അതുക്ക് നല്ല ഓഫ് റോഡ്. ഓക്കെ. അയ്യോ ടിപ്പർ ഞാൻ പേടിച്ചു. അവിടെ കൊണ്ട് നിർത്തിയിട്ടേക്കുമായിരുന്നു. ഞാൻ ചുമ്മാ ഒഴിച്ച് നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കൂടെ നോക്കാവേ. 98 100 വരുന്നല്ലോ. കണ്ടാലും ഡാമേജ് ആയില്ലേ. ഡാമേജ് ആയ സ്പീഡ് വണ്ടി പോകത്തില്ല. എന്താ സ്പീഡൊക്കെ കുറയുന്നത്? എൻ്റെ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതാ. ഇനി കയറ്റം വന്നുകൊണ്ടാണ്. അപ്പോൾ കയറ്റം പോയി കഴിഞ്ഞാൽ ഒരു ഇറക്കം മസ്റ്റാണല്ലോ. അപ്പോൾ അവിടെ വെച്ചു. ഓക്കെ സ്പീഡ് കൂടുന്നുണ്ട്. കേട്ടെ നമുക്കെന്നാൽ അടുത്ത റൈറ്റിലേക്ക് പോവാം. ഓക്കെ. സ്പീഡ് കുറഞ്ഞു വരുന്നു. ഇത് സുമതികള്. നമ്മൾ തിരുവനന്തപുരത്ത് മാപ്പ് എടുത്തത് ചുമ്മാതാണേ. ഓക്കെ കറക്കാം. ഇതൊരുമാതിരി വൃത്തികെട്ട കയറ്റമായി പോയി. നമ്മൾ ചതിച്ചതാ വണ്ടി എടുക്കാൻ കേസ്. നമ്മുടെ വണ്ടിക്ക് ബുക്കും പേപ്പറും എല്ലാം തോണ്ടാ മേശക്കകത്തിരിപ്പുണ്ട്. അതൊക്കെ പണ്ടേ ഞാൻ റെഡിയാക്കിയതാ. അപ്പം ഇത് നമുക്ക് പാർട്ട് വെച്ചിടാം. ഇത് അത്യാവശ്യം വലിയ